ഫോർമുല കഴിഞ്ഞു. ഇനി കോസസ് ഓഫ് ഇൻക്രീസ്ഡ് MCV ഏതൊക്കെ കണ്ടീഷൻസിലാണ് MCV കൂടുതലായിട്ട് കിട്ടുക? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഓഫ് കോഴ്സ് മെഗലോബ്ലാസ്റ്റിക് അനീമിയയിൽ നമ്മുടെ RBCന്റെ സൈസ് കൂടുതലായിരിക്കും, അതുകൊണ്ട് MCVയും കൂടുതലായിരിക്കും. ക്രോണിക് ആൽക്കഹോളിസം, ലിവർ ഡിസീസസ്, ഹൈപ്പോതൈറോയിഡിസം, പ്രഗ്നൻസി, റെറ്റിക്കുലോസൈറ്റോസിസ്, ന്യൂ ബോൺസ്, ഇവരിലൊക്കെ MCV കൂടുതലായിരിക്കും. ഇനി കോസസ് ഓഫ് ഡിക്രീസ്ഡ് MCV, മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ. ഈ കേസിൽ സൈസ് ഓഫ് ദി RBC കുറവായിരിക്കും. MCV എന്ന് പറയുന്നത് ആവറേജ് സൈസ് ഓഫ് ദി RBC ആണ്. അപ്പം ഇവിടെയും MCV കുറവായിരിക്കും. ഇനി മെൻസ ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ തലസീമിയനെയും അയൺ ഡെഫിഷ്യൻസി അനീമിയനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ്. അപ്പം ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് MCV ആൻഡ് റെഡ് സെൽ കൗണ്ട്. അപ്പൊ നമുക്ക് മെൻസ ഇൻഡെക്സ് 13 കുറവാ കിട്ടുന്നെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പേഴ്സൺ ഹാസ് തലസീമിയ. ഇപ്പൊ നമ്മുടെ മെൻസ ഇൻഡെക്സ് 13 കൂടുതലാണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. അപ്പോൾ that is about MCV. ഇനി MCH, which is mean cell hemoglobin. അപ്പം it is the average amount of hemoglobin in a single cell. ഒരു സെല്ലിലുള്ള ആവറേജ് ഹീമോഗ്ലോബിൻ ലെവൽ ആണ് MCH എന്ന് പറയുന്നത്. അതിന്റെ ഫോർമുല is hemoglobin in grams per deciliter by red cell in millions per cubic millimeter and the whole multiplied by 10. അതാണ് നമ്മുടെ MCHന്റെ ഫോർമുല. ഇനി it is expressed in picogram. പിന്നെ normal value is 27 to 32 pg. അതാണ് normal value of MCH. ഇനി MCH is decreased in microcytic hypochromic anemia. Hypochromic ആണ്. Hypochromic means less pigmentation കുറവാണ്. So their hemoglobin is less. അപ്പം മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയയിൽ MCH കുറവായിരിക്കും. മാക്രോസൈറ്റിക് അനീമിയയിലും ന്യൂ ബോൺസിലും MCH കൂടുതലായിരിക്കും. ഇനി മീൻ സെൽ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ MCHC. MCHC എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ 1 deciliter ഓർ 1 liter ഓഫ് PCV. അതായത് PCVയിലുള്ള നമ്മളെ ആദ്യം PCV ചെക്ക് ചെയ്തായിരുന്നല്ലോ. അപ്പൊ PCVയിലുള്ള ഒരു 1 liter ഓഫ് PCV എടുക്കുകയാണെങ്കിൽ അതിലുള്ള ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷനാണ് നമ്മൾ മീൻ സെൽ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ് മറ്റേത് വാസ് ഇൻ എ സിംഗിൾ സെൽ. അപ്പം MCHന്റെ ഫോർമുല എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ഇൻ ഗ്രാം പെർ ഡെസിലിറ്റർ ബൈ PCV in percentage and the whole multiplied by 100. ഇതാണ് ഫോർമുല. നോർമൽ വാല്യൂ ഓഫ് MCHC is 30 to 35 gram per deciliter. ഇനി ഹെറിഡിറ്ററി സീറോസൈറ്റോസിസിൽ MCHC കൂടുതലായിരിക്കും. ഹൈപ്പോക്രോമിക് അനീമിയയിൽ MCHC കുറവായിരിക്കും. ഇനി റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത്. അപ്പം ഇത് ബേസിക്കലി ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് വേരിയേഷൻ ഇൻ റെഡ് സെൽ ഇൻ എ ബ്ലഡ് സാമ്പിൾ. അതായത് നമ്മുടെ ഒരു ബ്ലഡ് സാമ്പിളിൽ എത്രത്തോളം ആണ് നമ്മുടെ RBC സൈസ് വേരിയഡ് ആയിരിക്കുന്നത്, അതാണ് നമ്മുടെ റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഏറ്റവും കൂടുതൽ ഇത് മൈക്രോസൈറ്റിക് അനീമിയയിൽ റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത് വുഡ് ബി ലോ. in thalassemia trait red cell distribution width would be low. Iron deficiency anemia RDW കൂടുതലായിരിക്കും. പിന്നെ നോർമൽ അനീമിയയിൽ it will be normal. chronic diseases ആണ് ഉണ്ടാകുന്ന അനീമിയയിൽ RDW കൂടുതലായിരിക്കും. അപ്പൊ നോർമൽ RDW റേഞ്ച് എന്ന് പറയുന്നത് 9 to 14.5 ആണ് നോർമൽ RDW റേഞ്ച്. അപ്പൊ ഇതാണ് നമ്മുടെ നോർമൽ വാല്യൂസ്. MCVയുടെ നോർമൽ വാല്യൂ is 80 to 100, MCH is 27 to 32, MCHC is 30 to 35 and RDW is 9 to 14.5. ഇനി ലാസ്റ്റ് ടോപ്പിക് ESR. ESR എന്ന് വെച്ചാൽ എന്താ? എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ്. അപ്പം ദിസ് ഇസ് ബേസിക്കലി നമ്മളൊരു ആന്റികോയാഗുലേറ്റഡ് ബ്ലഡ് എടുത്തു. അതിൽ it is the settling of RBC, rate at which the RBC settles down. അതാണ് നമ്മുടെ എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് 3 സ്റ്റേജസ് ഉണ്ട്, സ്റ്റേജ് 1, 2 and 3. അപ്പം സ്റ്റേജ് 1 എന്ന് പറയുന്നത് it is a lag phase. lag phase ൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ റൂളെ ഫോർമേഷൻ ഉണ്ടാവും. വാട്ട് ഇസ് റൂളെ ഫോർമേഷൻ? RBCs കോയിൻസ് പോലെ സ്റ്റാക്ക് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അതാണ് നമ്മൾ റൂളെ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റേജ് 2 എന്ന് പറയുന്നത് ഡീകാന്റേഷൻ ഫേസ് ആണ്. അവിടെ റൂളെ ഫോർമേഷൻ സിങ്ക് ചെയ്യും, it will sink down. Stage 3 is packing of റൂളെ. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ESR.
Factors that increase ESR are old age, pregnancy, anemia, elevated fibrinogen, macrocytosis. പിന്നെ നമ്മൾ എക്സ്പെരിമെന്റിൽ ചെയ്യുന്ന കുറച്ച് ഹ്യൂമൻ എറേഴ്സ് ഉണ്ടാവുമല്ലോ, ടെമ്പറേച്ചർ അത് നമ്മുടെ എറർ അല്ല, ദാറ്റ് ഇസ് ദി എൻവയറമെന്റൽ പ്രോബ്ലം. പിന്നെ ടിൽറ്റിംഗ് ഓഫ് ESR ട്യൂബ് നമ്മൾ എപ്പോഴും സ്ട്രേറ്റ് ആയിട്ടാണല്ലോ സ്റ്റാൻഡിൽ വെക്കേണ്ടത്. സോ അത് ടിൽറ്റഡ് ആയാൽ വി ക്യാൻ ഗെറ്റ് ഫാൾസ് റിസൾട്ട്സ്. പിന്നെ ഫാക്ടേഴ്സ് ഡിക്രീസിങ് ESR ആർ മൈക്രോസൈറ്റോസിസ്, ലോ ഫൈബ്രിനോജൻ, പോളിസൈത്തീമിയ, മാർക്കഡ് ല്യൂക്കോസൈറ്റോസിസ്, പിന്നെ അഗൈൻ ഹ്യൂമൻ എറേഴ്സ്, വൈബ്രേഷൻ ഓഫ് ദ ട്യൂബ് ഡ്യൂറിംഗ് ടെസ്റ്റ്, അങ്ങനെയൊക്കെ വരുമ്പോൾ ഫാൾസ് റിസൾട്ട് കിട്ടും ESRന്റെ. എപ്പോഴൊക്കെയാണ് ESR കൂടുക? നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ, പനിയൊക്കെ ഉള്ളപ്പോൾ ചെയ്യുമ്പോൾ ESR കൂടുതലായിരിക്കും. സോ ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഇൻഫെക്ഷൻസ്. ഇൻഫെക്ഷസ് കണ്ടീഷൻസിൽ ESR കൂടും. എക്സാമ്പിൾ rheumatic fever, osteomyelitis, bacterial endocarditis, pyogenic arthritis, tuberculosis, acute hepatitis, etc. etc. ഇനി ഇൻഫ്ലമേറ്ററി ഡിസീസസിലും ESR കൂടും. ആൻഡ് ഇൻഫ്ലമേറ്ററി ഡിസീസിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസ്, ടെമ്പറൽ ആർട്ടീരൈറ്റിസ്, പോളിമയൽജിയ റുമാറ്റിക്ക. പിന്നെ MI കൂടും. മെലിഗ്നസി ഉള്ളപ്പോൾ കൂടും. പിന്നെ എന്തെങ്കിലും പ്രോട്ടീൻ ഡിസോർഡേഴ്സ് ഉണ്ടാവുമല്ലോ, മൾട്ടിപ്പിൾ മൈലോമ, ക്രയോഗ്ലോബുലിനീമിയ, വോൾഡൻസ്ട്രോംസ്, മാക്രോഗ്ലോബുലിനീമിയ, അങ്ങനത്തെ പ്രോട്ടീൻ ഡിസോർഡേഴ്സിലൊക്കെ ESR കൂടും. പിന്നെ ടെക്നിക്കൽ പ്രോബ്ലംസ്, അതായത് ടെമ്പറേച്ചറിന്റെ പ്രശ്നം അല്ലെങ്കിൽ മൂവ്മെന്റ് ഓഫ് ട്യൂബ്, അപ്പോഴൊക്കെ നമ്മുടെ ESR കൂടും. അതേഴ്സ് ആർ എക്ടോപിക് പ്രഗ്നൻസി, അനീമിയ, റീനൽ ഡിസീസസ്, ഡെക്സ്ട്രിൻ ഓർ ഓറൽ കോൺട്രസെപ്റ്റീവ്സ് ഒക്കെ എടുക്കുന്ന പേഷ്യൻസിൽ ESR കൂടുതലായിരിക്കും. അപ്പോൾ ദീസ് ആർ ദ കണ്ടീഷൻസ് വേർ ESR ഇസ് ഇൻക്രീസ്ഡ്. മറ്റേത് ഫാക്ടേഴ്സ് കോസിംഗ് എ റൈസ് ഇൻ ESR ആയിരുന്നു നേരത്തെ പറഞ്ഞത്. ഇനി മെത്തേഡ്സ് ഫോർ എസ്റ്റിമേഷൻ. അപ്പോൾ ESR എസ്റ്റിമേറ്റ് ചെയ്യാൻ 3 മെത്തേഡ് ഉണ്ട്. ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഇസ് വെസ്റ്റർഗ്രിൻ മെത്തേഡ്. ഇതാണ് നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത്, നമ്മൾ കോളേജിലൊക്കെ എപ്പോഴും ചെയ്തിട്ടുള്ള മെത്തേഡാണ് ഇത്, വെസ്റ്റർഗ്രിൻസ് മെത്തേഡ്. അപ്പം ഇത് കൂടുതൽ റിലയബിൾ ആവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ESR കൂടുന്ന കണ്ടീഷൻസിലാണ് ദിസ് ഇസ് റിലയബിൾ. പിന്നെ വി ഹാവ് വിൻട്രോപ്പ് മെത്തേഡ്. വിൻട്രോപ്പ് ട്യൂബ് ഉണ്ടല്ലോ, PCVയിൽ യൂസ് ചെയ്ത വിൻട്രോപ്പ് ട്യൂബ്, അത് വെച്ച് നമുക്ക് ESR കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ദാറ്റ് ഇസ് റിലയബിൾ വെൻ ESR ഇസ് ലോ. പിന്നെ zeta sedimentation ratio, ഈ മെത്തേഡിൽ വി യൂസ് ഡിവൈസ് കോൾ ZetaFuge. ആൻഡ് ഇത് അനീമിക് ഉള്ള കണ്ടീഷൻസ്, ഇഫ് അനീമിയ ഉള്ള കണ്ടീഷൻസിൽ ESRൽ വേരിയേഷൻസ് വരില്ല. പക്ഷേ ഈ മെത്തേഡിൽ ദർ വോണ്ട് ബി എനി വേരിയേഷൻസ്. ഐ തിങ്ക് അങ്ങനെയാണ് തോന്നുന്നത്. ദാറ്റ്സ് വാട്ട് ദേ മെന്റ്. പിന്നെ മൈക്രോ ESRൽ ESR ഇസ് സ്യൂട്ടബിൾ ഇൻ ചിൽഡ്രൻ. അപ്പൊ ഇതാണ് നമ്മുടെ വെസ്റ്റർഗ്രിൻ മെത്തേഡ്. ദീസ് ആർ വെസ്റ്റർഗ്രിൻ ട്യൂബ്. ഇത് വെസ്റ്റർഗ്രിൻ സ്റ്റാൻഡ്. അപ്പോൾ വി ഹാവ് ടു കീപ് ഇറ്റ് സ്ട്രേറ്റ് ആൻഡ് നമ്മുടെ RBCs കുറെ കഴിയുമ്പോൾ ഇറ്റ് വിൽ സെറ്റിൽ ഡൗൺ. And these are certain important points to be noted. ESR tube needs to be kept vertically. പിന്നെ കറക്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് ആന്റികോയാഗുലന്റ് ബ്ലഡും ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ക്ലോട്ട്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഇവിടെ ബ്ലോട്ട്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ബട്ട് ഇറ്റ് ഇസ് ക്ലോട്ട് ഒന്നും ഉണ്ടാകാൻ പാടില്ല. റൂം ടെമ്പറേച്ചർ ഷുഡ് ബി ബിറ്റ്വീൻ 18 to 25 degrees Celsius. റൂം ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ESRും കൂടും. നമ്മൾ നേരത്തെ ഫാക്ടേഴ്സിനെ കുറിച്ച് വന്നപ്പോൾ പറഞ്ഞായിരുന്നു, ഹൈ റൂം ടെമ്പറേച്ചർ ESR കൂടും, ഫാൾസ് റിസൾട്ട് കിട്ടും. So these are the things to be noted, precautions. ഇനി acute phase reactants, ഇത് നമ്മൾ മൈക്രോബയോളജി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചായിരുന്നു. അപ്പോൾ what are acute phase reactants? Acute phase reactants are proteins synthesized by the liver in conditions of inflammation and infection. അപ്പോൾ ഈ acute phase reactantsന്റെ ലെവൽസ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും depending on the infections. അതുകൊണ്ട് തന്നെ they divide into 2 different types, those that decreases and those that increases. അങ്ങനെ. അപ്പം അക്യൂട്ട് ഫേസ് റിയാക്ടന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ് C റിയാക്റ്റീവ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. C റിയാക്റ്റീവ് പ്രോട്ടീന്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുക ഇൻ ടൈംസ് ഓഫ് ഇൻഫെക്ഷൻ ഓർ ഇൻഫ്ലമേഷൻ. അപ്പം uses of C reactive protein, it is helpful in determining the presence and extent of inflammation. പിന്നെ ഇപ്പം ഇൻഫെക്ഷൻസ്, കുട്ടികളിലൊക്കെ ഇൻഫെക്ഷൻസ് ഉള്ളപ്പം C reactive protein കൂടും. അതുകൊണ്ട് തന്നെ നമുക്ക് we can identify or realize that okay, ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ട് കുട്ടിയിൽ. Then ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ ല്യൂക്കോസൈറ്റോസിസ് ഉണ്ടാവില്ല, ഫീവർ ഒന്നും ഉണ്ടാവില്ല. സോ C reactive പ്രോട്ടീന്റെ വാല്യൂ നോക്കിയിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുക ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ. ഇനി പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻഫെക്ഷൻസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് വിത്ത് ബൈ ചെക്കിംഗ് ദ ലെവൽസ് ഓഫ് CRP. പിന്നെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, അപ്പോഴും നമ്മുടെ CRP ലെവൽ കൂടും. അപ്പോൾ ദീസ് ആർ ദ യൂസസ് ഓഫ് CRP. ഇനി ഹൗ ഇസ് CRP ഡിഫറെന്റ് ഫ്രോം ESR? അപ്പം വൺ തിങ് ഇസ് ESR ഇസ് അഫക്റ്റഡ് ബൈ ഏജ്, സെക്സ്, pregnancy, temperature, plasma protein levels, anemia, red cell morphology. ഈ ഫാക്ടേഴ്സ് ഒക്കെ നമ്മുടെ ESR റേറ്റിനെ എഫക്ട് ചെയ്യും. ഇതനുസരിച്ച് ESR റേറ്റ് ചിലപ്പോൾ കൂടിയ കുറയൊക്കെ ചെയ്യാം. ബട്ട് C reactive protein is not affected at all. ഒരു ഫാക്ടേഴ്സും അതിനെ എഫക്ട് ചെയ്യില്ല. That is the first difference.
Second difference in the ESR is less sensitive and specific for acute phase response. Less sensitive and acute phase that is more useful. And this C-reactive protein it is more specific for acute phase response as well, and it is more sensitive. This is better than ESR. In terms of money, ESR is inexpensive. It is not expensive, and it is an easy procedure. But C-reactive protein it is expensive, and it requires sophisticated materials and equipment. But that is a disadvantage. Then specimen used for ESR is fresh, whole, anticoagulated blood. But C-reactive protein specimen, we can use stored specimen use ചെയ്യാൻ പറ്റും. But you have to take fresh specimen. Fifth difference is indirect means of assessing acute phase response on ESR. And this C-reactive protein it is a direct measurement. C-reactive protein is very sensitive to inflammation and infectious conditions. That will rise. This is a direct measurement of acute phase reaction. Reference value, ESR the reference value males 0 to 15, females 0 to 20, children 0 to 10 millimeter in 1 hour, elderly above 50 years males 0 to 20, females 0 to 30. All the values are important, I guess. In the erythrocyte sedimentation rate by Winthrop method, this is the Westergren method ranges. Winthrop method range. Males 0 to 9 millimeter Winthrop method. Females 0 to 20 millimeter in 1 hour. Children 0 to 3 millimeter in 1 hour. In the C-reactive protein, the normal level would be less than 8 milligram per liter. Hello.